നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോടതിയിൽ എപ്പോഴും ബഹുമാനത്തോടുകൂടിയും മര്യാദയോടുകൂടി പെരുമാറിയില്ലെങ്കിൽ കോടതി പണിതരും. എന്നാൽ ജഡ്ജിനെ തന്നെ ഭീഷണിപ്പെടുത്തിയാലോ പിന്നെ നടക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. വാദത്തിനിടെ ജഡ്ജിക്കെതിരെ പരാതി നൽകിയെന്ന് ഭീഷണിപ്പെടുത്തിയ കക്ഷിക്ക് 50,000 രൂപ പിഴ ചുമത്തി കേരള ഹൈക്കോടതി. തിരുവനന്തപുരം സ്വദേശി ആസിഫ് ആസാദിനാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പിഴ ചുമത്തിയത്. 1 മാസത്തിനകം ഹൈക്കോടതി ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ തുക അടയ്ക്കണം. അല്ലാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജിക്കാരന്റെ കേസ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പരിഗണിക്കുമ്പോഴായിരുന്നു കക്ഷി ഭീഷണി മുഴക്കിയത്. ഹർജിക്കാരൻ നേരിട്ടായിരുന്നു കേസ് വാദിച്ചത്. മുമ്പ് ഒരു കേസിൽ ഇതേ ബെഞ്ച് തനിക്ക് പിഴയിട്ടതാണ് എന്നും ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിക്കും കോടതി രജിസ്ട്രാർ ജനറലിനും പരാതി നൽകിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ പറഞ്ഞു. ഈ ബെഞ്ച് കേസ് കേൾക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതേ ബെഞ്ച് മുമ്പാകെ നേരത്തെ മറ്റൊരു കേസിൽ ഹാജരായപ്പോഴും ഹർജിക്കാരന് ഇതേ വാദം ഉന്നയിച്ച കോടതി ചൂണ്ടിക്കാട്ടി. കോടതി അലക്ഷ്യത്തിനായി തുല്യമായ നടപടിയെങ്കിലും ഹർജിക്കാരൻ നേരിട്ടാണ് വാദം നടത്തിയത് എന്നതടക്കം പരിഗണിച്ച കോടതി പിഴ ചുമത്താതെ അന്ന് ഹർജി തള്ളിയിരുന്നു. ചീഫ് ജസ്റ്റിസ് തയ്യാറാക്കിയ റോസ്റ്റർ പ്രകാരം കേസ് കേൾക്കുന്ന ജഡ്ജിയോട് ഒഴിവാക്കാൻ നിർദ്ദേശിക്കാൻ വ്യവഹാരിക്ക് കഴിയില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഭാവിയിൽ ഇത് ആവർത്തിച്ചാൽ നിയമപ്രകാരം നടപടിയെടുക്കാൻ നിർബന്ധമാകുമെന്ന് അന്ന് മുന്നറിയിപ്പും നൽകി. ഇതിനുശേഷമാണ് പാസ്പോർട്ട് കേസ് പരിഗണിക്കവേ ഈ ബെഞ്ച് കേസ് കേൾക്കരുത് എന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. നേരത്തെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചും ഇതേ വ്യക്തി അനാവശ്യ ഹർജികളുമായി എത്തിയെന്ന് കോടതി നടപടികൾ ദുരുപയോഗം ചെയ്തുവെന്നും ചൂണ്ടിക്കാട്ടി ചെലവ് സഹിതം തള്ളിക്കളഞ്ഞ് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ജഡ്ജിക്കെതിരെ പരാതി നൽകിയെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരം ഭീഷണികളെ കുറിച്ച് തനിക്ക് ആശങ്കയില്ല എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ജഡ്ജിയെയല്ല കോടതിയെയാണ് ഹർജിക്കാരൻ ഭീഷണിപ്പെടുത്തുന്നത്. കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തിയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും പിഴ ചുമത്തുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. 50,000 രൂപയാണ് ഉത്തരവ് പ്രകാരം ഇയാൾ അടയ്ക്കേണ്ടത്. എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ കോടതിയിൽ ചെന്ന് കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? സത്യസന്ധമായി വാദിക്കാനാണെങ്കിൽ സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ കോടതിയെ ഭീഷണിപ്പെടുത്തേണ്ടയോ ജഡ്ജിനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും 50,000 രൂപയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആസിഫ് ആസാദിന് ലഭിച്ചിരിക്കുന്നത്. 1 മാസത്തിനകം ഹൈക്കോടതി ലീഗൽ സർവീസ് അതോറിറ്റിയിൽ തുക അടയ്ക്കാനാണ് ഇപ്പോൾ നിയമം നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുമെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതായത് റവന്യൂ റിക്കവറി എന്ന് പറയുമ്പോൾ ഇയാൾക്ക് 50,000 രൂപയുമായി ബന്ധപ്പെട്ട് ഇയാൾക്കുള്ള സ്വത്തിൽ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയിൽ പോയി കളിച്ചാൽ കോടതിയിൽ പോയി ഭീഷണിപ്പെടുത്തിയാൽ ഇങ്ങനെയിരിക്കുമെന്ന് വ്യക്തമാവുകയാണ്.